ഇന്ന് മക്കൾക്ക് ക്ലാസ്സില്ല കേട്ടോ, ഓല് വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ ഓൽക്കിന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും വേണമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇത് രണ്ടും പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മക്കൾ വീട്ടിലല്ലേ, ഞാൻ ഇത് ഉണ്ടാക്കാൻ തന്നെ തുടങ്ങിയപ്പോൾ ഏകദേശം 11:30 ആയിക്കണം. അപ്പോൾ പിന്നെ അവർക്ക് കുറേ സമയം വിശന്നൊന്നും ഓല് ഇരിക്കില്ല, അവർക്ക് പെട്ടെന്ന് ഫുഡ് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടും അടുത്തടുത്ത അടുപ്പിലൊക്കെ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ നെയ്ച്ചോറ് റെഡിയായി മാറ്റി വെച്ചിട്ടോ. പിന്നെ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ ഇവിടെ വാട്ടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ തക്കാളി ജ്യൂസ് അടിച്ചാൽ പാടില്ല കേട്ടോ. ജ്യൂസ് അടിച്ച് പറഞ്ഞാൽ കറി നല്ല തിക്ക് ഉണ്ടാവും. ഈ ഒരു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിലാട്ടോ. രണ്ടാം പാലിൽ വേവിച്ചിട്ട് പിന്നെ ചിക്കൻ വെന്തതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കല കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഒന്നും കാണിക്കണില്ല കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് ഇതായതിൻ്റെ ശേഷം പിന്നെ ഞാനതിക്ക് ഒന്നാം പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്ച്ചോറൊന്ന് തുറന്ന് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയിരിക്കണം കേട്ടോ. അതിൻ്റെ വിസിലൊക്കെ പോയിക്കണം. പിന്നെ ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടോ. കറിക്കുള്ള രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് ഈ രണ്ടാം പാലിൽ കടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് ഉമ്മ ഇവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്, പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നതാണ്. അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇതൊരു വയലറ്റ് കളറാണ്. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനത്തെ കളറുള്ള പാഷൻ ഫ്രൂട്ടാണ്. പിന്നെ ഈ ഒന്നാം പാലൊക്കെ ഒഴിച്ചെടുത്ത് അവിടെ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ